അണിയായി വരുന്ന ആ ജനങ്ങളെ ഒരു തോർത്തെടുത്ത് ആ തോർത്ത് ചുരുട്ടിക്കൊണ്ട് ആ ശിവാജി ഗണേശന്റെ മൃതശരീരത്തിന് ആ സഭയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇന്ന് ലോകത്തിലുള്ള ഒരു നേതാവിനെ കൊണ്ടും കഴിയില്ല. ഒരു തോർത്ത് മുറുക്കിക്കൊണ്ട് അത്രയും ജനക്കൂട്ടത്തിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ക്യാപ്റ്റൻ ശിവാജി ഗണേശന്റെ ആ മൃതശരീരത്തിന് കൊണ്ടുപോയി. വേറെ ഒരു നേതാവിനെ കൊണ്ട്. കാരണം അങ്ങനെയുള്ള നേതാക്കന്മാരാണ് ഇന്ന് തമിഴ്നാടിന് ആവശ്യം. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയം ഈ തമിഴ്നാടിനകത്ത് മഹാരഥന്മാരായിട്ടുള്ള രണ്ട് നേതാക്കന്മാർ, കലഞ്ഞറും ജയലളിതയും, ആ രണ്ട് മഹാരഥന്മാരായ നേതാക്കന്മാർക്കിടയിൽ പോരടിച്ചുകൊണ്ട് ദേശീയ മുന്നോക്ക് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ പട്ടാളക്കൂട്ടം തമിഴ്നാടിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളോളം വളർത്തുവാൻ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് അദ്ദേഹത്തിന്റെ ചലച്ചിത്രങ്ങൾ, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങൾ, ഒരു ചലച്ചിത്ര നേതാവും ഇപ്പോ ഇന്ന് സിനിമയിൽ അഭിനയിക്കുന്നവർ പോലും നാളെ മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം പണത്തിന് വേണ്ടി അഭിനയിക്കാൻ പോകും. പക്ഷേ ക്യാപ്റ്റൻ വിജയകാന്ത് മാത്രം തമിഴിലും മാത്രം സിനിമ അഭിനയിച്ച ഒരേ ഒരു നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ വിജയകാന്ത് മാത്രം. അതിനെല്ലാം ഉപരി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തന്നെ ദേശീയ മുന്നോക്ക് ദ്രാവിഡ കഴകം, അതായത് ദേശീയ ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ്. അങ്ങനെ BJP-യോട് ചേർന്ന് ഒരു അലയൻസ്. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും കാണും, അദ്ദേഹത്തിന്റെ പല വാക്കുകളിലും കാണും. ഒരു വരി പോലും ക്യാപ്റ്റനെ കുറിച്ച് എഴുതാത്ത വരികൾ നരേന്ദ്രമോദി ഇല്ല. തമിഴ്നാട്ടിൽ വരുന്ന സമയത്തും ക്യാപ്റ്റനെ അദ്ദേഹം ഓർമ്മിക്കാറുണ്ടായിരുന്നു. ആ ക്യാപ്റ്റനെ 2014 ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ആ ക്യാപ്റ്റനെയും കൊണ്ടാണ് ലോകസഭയുടെ വേദിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ വീഡിയോ നമുക്ക് എല്ലാവർക്കും കാണുവാൻ കഴിയും. അദ്ദേഹം മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്തലത്തില് ഒരു വാക്ക്, എനിക്കെന്റെ സഹോദരനെ നഷ്ടപ്പെട്ടു, ഈ തമിഴകത്തിലുള്ള ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്തലങ്ങളിൽ കുറിച്ചത്. இதோ சில நாட்கள் முன்பாக நாம் திரு விஜயகாந்த் அவர்களை இழந்திருக்கின்றோம். அவர் சினிமா உலகின் கேப்டன் மட்டுமல்ல, அரசியலிலுமே அவர் கேப்டனாக இருந்து வந்திருக்கிறார். திரைப்படங்களில் அவருடைய செயல்பாடு காரணமாக அதன் வாயிலாக அவர் மக்களின் இதயங்களை கொள்ளை கொண்டிருக்கிறார். ஒரு அரசியல்வாதி என்ற முறையிலே அவர் அனைத்திற்கும் மேலாக தேசிய நலனுக்கு முன்னுரிமை அளித்து வந்திருக்கிறார். அவருக்கு நான் என்னுடைய அஞ்சலிகளை காணிக்கையாக்குகின்றேன். நான் என் ஆழமான இரங்கல்களை அஞ்சலிகளை காணிக்கையாக்குகின்றேன். அவருடைய குடும்பத்துக்கும் அபிமானிகளுக்கும் நான் என் ஆழமான இரங்கல்களை ഉരിത്താക്കുകയാണ്. അത് മാത്രമല്ല, ഈ 25-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്മവിഭൂഷൺ എന്ന് പറയുന്ന ബഹുമതി ക്യാപ്റ്റന് നൽകി ആദരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ബഹുമതികളെല്ലാം ഏറ്റുകൊണ്ട് നമ്മൾ നിന്ന് വിട്ടുമറന്ന് 39 ദിവസം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് തമിഴ്നാടിനകത്ത് ആ കോയമ്പേട് അദ്ദേഹത്തിന്റെ കല്യാണ മണ്ഡപത്തിനകത്ത് ഒരു കാലഘട്ടത്തിൽ ആര് പോയാലും അവർക്ക് അന്നം നൽകിക്കൊണ്ടിരുന്നായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രസ് മീറ്റ് കണ്ടു. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞു, എല്ലാ ദിവസവും ക്യാപ്റ്റൻ തുടങ്ങി വെച്ചിട്ടുള്ള ഈ അന്നദാനം ഒരു ദിവസം പോലും മുടങ്ങാതെ നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്ത് അതിനു വേണ്ടിയിട്ട് പണം ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന് ശ്രീമതി പ്രേമലത പറയുകയുണ്ടായി. ഇതെല്ലാം എനിക്ക് മുമ്പേ സംസാരിച്ച സഹോദരി പറയുകയുണ്ടായി, 1 രൂപ ഒരു ഭർത്താവ് എടുത്ത് ചെലവാക്കുവാൻ പോകുന്ന സമയത്ത് ആ കയ്യിൽ തടസ്സപ്പെടുത്തുന്നത് ഭാര്യയായിരിക്കും. പക്ഷേ ആ ക്യാപ്റ്റൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യുവാൻ കഴിവുള്ള ഒരു നേതാവ് ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടി ആ ക്യാപ്റ്റന്റെ കണ്ണിൽ കണ്ടിട്ടുള്ള തീഷ്ണത മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് മുന്നിലോട്ട് പോകും. ക്യാപ്റ്റൻ തെളിച്ച പാതയിലോടുകൂടി ഈ പാർട്ടി മുന്നിലോട്ട് പോകും. ഭാരതീയ ജനതാ പാർട്ടിയും ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ച് ഒരു വേദി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും വിവിധ പാർട്ടികളിലുള്ള നേതാക്കന്മാരാണ്. DNA ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്,
ADMK ഉണ്ട്, എല്ലാ പാർട്ടികളും ഉണ്ട്. ഞങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ ആശയങ്ങളിൽ എതിർപ്പുള്ളവരാണ്. പക്ഷേ ക്യാപ്റ്റൻ എന്ന ഒറ്റ വാക്കിന് ഈ വേദിയിൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് എങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ വിജയമാണ്. ക്യാപ്റ്റനാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഈ ദിവസത്തിൽ അദ്ദേഹത്തിന് സ്മരണാഞ്ജലി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.